പടത്തിനകത്ത് എന്തൊക്കെ നല്ലതുണ്ടോ അതെല്ലാം കാർത്തിക് സുബ്ബരാജാണ് ചെയ്തത്, പടത്തിനകത്ത് എന്തൊക്കെ മോശമുണ്ടോ അതെല്ലാം കാർത്തിക് സുബ്ബരാജാണ് ചെയ്തത്. റെട്രോ കാർത്തിക് സുബ്ബരാജ് പടമാണ്. കാർത്തിക് സുബ്ബരാജ് പടങ്ങൾക്ക് എനിക്കൊരു പ്രത്യേക എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഇനി അത് എത്ര ഹൈപ്പ് കൊടുത്താലും ഹൈപ്പ് കൊടുത്തില്ലെങ്കിലും ഞാൻ പുള്ളിയുടെ ഇരവി പടത്തിൻ്റെ വലിയൊരു ഫാനാണ്. അതുപോലെ തന്നെ പുള്ളിയുടെ കിടിലൻ വർക്കുകൾ ജിഗർദണ്ഡ, പേട്ട തുടങ്ങിയ വർക്കുകളെല്ലാം നമുക്ക് ഒരുപാട് സിനിമാറ്റിക് മൊമെൻറ്റ്സ് തിയേറ്ററിൽ സമ്മാനിച്ചിട്ടുള്ള പടങ്ങളാണ്. പിന്നീട് 2 പടങ്ങൾ അദ്ദേഹം OTT-യിലേക്ക് ഇറക്കി, മഹാൻ പോലുള്ള പടങ്ങൾ. ശരിക്കും അത് തിയേറ്ററിലൊക്കെ വന്നിരുന്നെങ്കിൽ ഗംഭീര വർക്കായേനെ. അതുപോലെ തന്നെ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പടം എന്ന് പറയുന്നത് ജിഗർദണ്ഡ XX എന്ന് പറഞ്ഞൊരു മൂവിയായിരുന്നു. ശരിക്കും ഈ പടവും ആ ജിഗർദണ്ഡ XXന്റെ ക്ലൈമാക്സ് പോർഷന്റെ ഒരു ഹാങ് ഓവറിൽ നിന്ന് പുള്ളി എടുത്തതുപോലെ എനിക്ക് തോന്നി. സൂര്യ എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റാർ കാർത്തിക് സുബ്ബരാജിന്റെ കൂടെ കൊളാബ് ചെയ്യുന്നു. സോ ഭയങ്കര എക്സ്പെക്ടേഷൻസ് എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തിയേറ്റർ മൊമെന്റ്സ് സമ്മാനിക്കുന്നതിൽ അടിപൊളിയാണ് കാർത്തിക് സുബ്ബരാജ്. അദ്ദേഹത്തിന്റെ എല്ലാ പടത്തിനകത്തും ഈ എപ്പിസോഡായിട്ട് സീനുകൾ വരുന്നത് നല്ല രസമാണ്. അത് നല്ല രീതിയിൽ വർക്ക് ആവുകയും ചെയ്യും. പേട്ടയിലായിക്കോട്ടെ എല്ലാ പടത്തിനകത്തുണ്ട്. ഈ പടത്തിനകത്തും അങ്ങനെ കുറേ നല്ല തിയേറ്റർ മൊമെന്റ്സ് ഉണ്ട്. സിംഗിൾ ഷോട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ ക്ലബ് ചെയ്ത് മറ്റേ ഒരെണ്ണത്തിന്റെ മറവ് വരുമ്പോഴത്തേക്ക് എടുക്കുന്ന രീതിയിലല്ല. പക്ഷേ ഇത് പക്കായിട്ട് കൊറിയോഗ്രാഫ് ചെയ്ത് ഈ പടത്തിലെ ഏറ്റവും വലിയ ഹൈ പോയിന്റ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് റൈസ് ചെയ്യുന്ന സീൻ സിംഗിൾ ഷോട്ടിലാണ് എടുത്തിരിക്കുന്നത്. പടത്തിൻ്റെ തുടക്കത്തിൽ ആ കനിമ സോങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത് ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. നിങ്ങൾ ആ ഒരൊറ്റ സീനിന് വേണ്ടി മാത്രമാണെങ്കിലും നിങ്ങൾ ഈ തിയേറ്ററിൽ പോയി പടം കാണണമെന്ന് ഞാൻ പറയും. സൂര്യ ഇതിനു മുമ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ട് ശീലിച്ചിരുന്ന രീതിയിലുള്ള പാറ്റേണിലുള്ള ഫൈറ്റ് അല്ല ഈ പടത്തിനകത്തുള്ളത്. അതും ഒരു പ്രത്യേകത തന്നെയാണ് ഈ പടത്തിൻ്റെ. സിനിമാറ്റോഗ്രാഫി ശ്രേയസ് കൃഷ്ണ, റോക്കി പടത്തിൻ്റെയൊക്കെ ക്യാമറ ചെയ്ത ആളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള വർക്ക് തന്നെയാണ് പുള്ളിയുടെ. എഡിറ്ററായിട്ട് വന്നേക്കുന്ന ഷഫീഖ് മുഹമ്മദ് അലിയാണ്. മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് സന്തോഷ് നാരായണൻ. ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്ന BGM മ്യൂസിക് അറിയാലോ. പുള്ളി കാർത്തിക് സുബ്ബരാജുമായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള പടങ്ങളെല്ലാം വേറെ ലെവലിൽ പോയിട്ടുണ്ട്. നമ്മൾ ഇനി വരും വർഷങ്ങളിലൊക്കെ സൂര്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ട്രിബ്യൂട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കട്ട്സ് വരാൻ പോകുന്ന ഈ പടത്തിനകത്താണ്. അതായത് സൂര്യയ്ക്ക് ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട് സൂര്യയെ കാണിച്ചിട്ടുള്ള, അല്ലെങ്കിൽ റീസെന്റ് ടൈമിൽ സൂര്യയെ കാണിച്ചിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. ഇതിൽ സൂര്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ക്യാരക്ടർ ജോജു ആണ് ചെയ്യുന്നത്. പൂജ ഹെഗ്ഡെ ഓഫ് കോഴ്സ് നായിക എന്നുള്ള പാറ്റേണിലുണ്ട്. പക്ഷേ സ്കിൻ ടോൺ ഡൗൺ ചെയ്ത് അങ്ങനെ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു തോന്നില്ല. തമിഴിൽ തന്നെ എന്തോരം ആ ജെനുവിൻ സ്കിൻ ടോണുള്ള ഒരുപാട് നായകന്മാരുണ്ട്. സോ അവരെയൊക്കെ യൂസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്കൊരു തോന്നി. അതേപോലെ സപ്പോർട്ടിംഗ് കാസ്റ്റ് എടുത്ത് നോക്കുക. ജോജു, ജയറാം, പ്രകാശ് രാജ് ഇതിനകത്ത് വരുന്നുണ്ട്. അതേപോലെ നാസർ ഉണ്ട്. നാസറിൻ്റെ മകനായിട്ട് വിധു എന്ന് പറഞ്ഞൊരു ആക്ടർ വരുന്നുണ്ട്. അപ്പം കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ കണക്ക് വില്ലന്മാരുടെ ഒരു വരി തന്നെയുണ്ട്. ജയറാം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഈ സൈഡ് വരുന്നത്. ബാക്കി പറഞ്ഞ ആൾക്കാരെല്ലാം വില്ലൻ സൈഡിലാണ് പോകുന്നത്. കൂട്ടത്തിൽ സുജിത് ശങ്കറിൻ്റെ ക്യാരക്ടർ നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മഹേഷിൻ്റെ പ്രതികാരത്തിലെ ജിംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ. കാർത്തിക് സുബ്ബരാജൻ്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സംഭവത്തെ ചെയ്ത് ഒരു ചെറിയ പ്ലോട്ടിൽ തീരുന്നതല്ലല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ ആർക്ക് പോയി അതിങ്ങനെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റും പരിപാടികളൊക്കെ പിടിച്ച് കാണ്ഡമായിട്ട് ഒരുപാട് സാധനങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് ആക്ച്വലി സെക്കൻഡ് ഹാഫിലാണ് ഇതിൻ്റെ മെയിൻ കോർ സംഗതികളൊക്കെ വരുന്നത് പോലും. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ കഥയിലേക്ക് കടക്കാം, ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകാവുന്നതേ ഉള്ളൂ. അതൊക്കെ കട്ട് ഷോട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതൊക്കെ കൊണ്ടായിരിക്കാം പടം ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ ഭയങ്കര ശോകമായിരുന്നു. അതായത് ഇതിനകത്ത് ഈ പടം ഒരു ത്രില്ലർ, ആക്ഷൻ, ഡ്രാമ, ലവ്, ലാഫ്റ്റർ, വാർ എന്നൊക്കെ പറഞ്ഞ പരിപാടികളൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി ഇത് മൊത്തത്തിൽ ഒരു ഫാൻറ്റസി പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് കാർത്തിക് സുബ്ബരാജിൻ്റെ ഒരു ഫാൻറ്റസി. അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കാരണം ഈ റൈറ്റിംഗ് പോർഷൻ ഭയങ്കര മോശമായിട്ട് തോന്നി. കഥ പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ്, ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു വേൾഡ് ബിൽഡിങ് നടക്കുന്നു, ഇവിടെ ഇങ്ങനെ സംഭവങ്ങളുണ്ട്, ഇത് പഴയ കാലത്ത് ഇങ്ങനെ നടന്നിരുന്നു എന്നൊക്കെ പറയാം, കേൾക്കാൻ കൊള്ളാം. പക്ഷേ അത് സ്ക്രീൻ പ്ലേയിൽ അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഇറക്കില്ല. അത് ടുവേഴ്സ് എൻഡും ഒക്കെ നമുക്ക് ശരിക്കും ആ XX ക്ലൈമാക്സ് പോലെയൊക്കെ ഉള്ളൊരു പരിപാടി ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കര അത് അങ്ങ് ചിരിപ്പിച്ച് ഇല്ലാണ്ടാക്കി എന്ന് പറയുന്നൊരവസ്ഥയിൽ ചിരി നല്ലൊരു ടൂളായിട്ട് പടത്തിനകത്ത് പറയുന്നുണ്ടെങ്കിലും പക്ഷേ പടത്തിൻ്റെ ആ ചിരി സപ്പോർട്ട് ചെയ്തില്ല. ആ ചിരി പടത്തിന് വലിയൊരു ദോഷം ചെയ്യുകയും ചെയ്തു. നിങ്ങൾ സ്പോയിലർ ആയതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. നിങ്ങൾ പടം കാണും. സൂര്യയുടെ ചെറുപ്പകാലം ചെയ്ത് 2-3 സീനിലെ പയ്യൻ വരുന്നുള്ളൂ. പക്ഷേ അവൻ ചെയ്യുന്ന ഫൈറ്റ് ഉണ്ട്, ട്രെയിനിലെ ഫൈറ്റും പരിപാടികളൊക്കെ ഗംഭീരമുണ്ട്. അതായത് ഫൈറ്റ് എന്ന് പറയുന്ന പോർഷൻ എടുത്ത് നോക്കുക എല്ലാം പൊളിയായിരിക്കും. അതേപോലെ പാട്ടുകളും കാര്യങ്ങളും എടുക്കുമ്പോഴത്തേക്കും കനിമ സോങ്ങൊക്കെ തിയേറ്റർ ഗംഭീരമാണ്. ജയിൽ സോങ്ങൊക്കെ കേൾക്കാൻ കൊള്ളാം. പക്ഷേ പടത്തിനകത്ത് നമുക്കതൊക്കെ സ്പീഡ് ബ്രേക്കേഴ്സാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് സ്പീഡ് ബ്രേക്കർ. പിന്നെ പൂജ ഹെഗ്ഡെയുടെ ക്യാരക്ടർ നന്നാവാഞ്ഞിട്ടാണോ, പുള്ളിക്കാരി അഭിനയിക്കാഞ്ഞിട്ടാണോ, ഇനി എഴുത്തിൻ്റെ മോശമാണോ, അത് ആ ഒരു പോർഷനും ലവ് പരിപാടികളൊന്നും നമുക്ക് ഒട്ടും ഇറിക്കുന്നില്ലാത്ത പോലെ തന്നെ തോന്നി. സൂര്യയുടെ സ്വാഗും ഫൈറ്റും പരിപാടികളും സൂര്യയുടെ ആക്ടിങ്ങും അതുപോലെ തന്നെ വില്ലന്മാരുടെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ കൊള്ളാം. കാർത്തിക് സുബ്ബരാജ് അറിയാം, നമ്മൾ
രജനീകാന്ത് ഫാനാണ്. അപ്പോൾ പുള്ളിക്കാരൻ പണ്ട് കണ്ട് മറന്ന പടങ്ങളുണ്ടല്ലോ, അച്ഛ, മകനെ പരിപാടികൾ ഒക്കെ. അത് കുറേ സാധനങ്ങളുണ്ട് അതിനൊക്കെ, ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ കുത്തിത്തിരുകി പടം എങ്ങനെയൊക്കെ നശിപ്പിക്കാമോ അങ്ങനെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് സൂര്യയൊക്കെ ഒന്ന് കണ്ട് 2-3 മണിക്കൂർ എൻജോയ് ചെയ്ത് അടിച്ചുപൊളി പടം കാണാമെന്നുള്ള നിലയിലാണെങ്കിൽ പോകാം. പക്ഷേ മൊത്തത്തിൽ നമുക്കത് കണക്റ്റ് ആവാൻ പറ്റുന്നില്ല. നിങ്ങളും കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.